ഏകദേശം 20 വർഷം മുന്നേ നടന്നൊരു സ്റ്റോറിയാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. കോഴിക്കോട് നിന്നും കണ്ണൂരിലുള്ള അമ്മാവന്റെ വീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു 23 വയസ്സ് പ്രായമുള്ള നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് ശ്യാമെന്നാണ്. കണ്ണൂർ സിറ്റിയിൽ നിന്നും 10 കിലോമീറ്ററോളം ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു അവന്റെ അമ്മാവന്റെ വീട്. അവൻ അതിരാവിലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി അവന്റെ അമ്മാവന്റെ വീട്ടിലെത്തി. കുറച്ചു സമയം അമ്മാവനുമായി കുശലം പറഞ്ഞ് ഉച്ചസമയമാകാം നേരത്ത് അവിടെ നിന്നും മടങ്ങി ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നും അവൻ കണ്ണൂർ സിറ്റിയിലോട്ട് ബസ് കയറി. അങ്ങനെ അവൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അപ്പോൾ അവന് കുറച്ചു വിശക്കുന്നതുപോലെ തോന്നി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതി അടുത്തുള്ള റെസ്റ്റോറന്റിലോട്ട് കയറി. അവിടെ നിന്ന് അവൻ അവന്റെ പോക്കറ്റ് ഒന്ന് തപ്പി നോക്കിയപ്പോൾ അവന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ആകെ പരിഭ്രമിച്ചു. അവന്റെ ക്യാഷും ATM കാർഡും എല്ലാം അതിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ പുറത്തിറങ്ങി ഇനി എന്തു ചെയ്യും? ആകെ വിഷമിച്ചു. അവൻ കുറച്ചുനേരം അങ്ങനെ നിന്നു. ഇനി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ കുറച്ചു നടന്നപ്പോൾ ഒരു യുവതി അവന്റെ ഓപ്പോസിറ്റായി നടന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ റോഡരികിൽ ഒരു പാദസരം കിടക്കുന്നത് കണ്ടു. അവൻ വേഗം അതെടുത്ത് അവന്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന യുവതിയെ നോക്കി. അപ്പോഴേക്കും ആ യുവതി കുറേ അങ്ങ് നടന്നുപോയിരിക്കുന്നു. അവൻ വേഗം ആ പാദസരവും പിടിച്ച് അവളുടെ പിന്നാലെ ഓടി. എന്നിട്ട് അവളോട് ചോദിച്ചു, നിങ്ങളുടെ പാദസരം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അവൾ പെട്ടെന്ന് അവളുടെ കാലിലേക്ക് നോക്കി. അപ്പോൾ ഒരു പാദസരം കാണുവാനില്ല. അപ്പോൾ അവൾ പരിഭ്രമിച്ചു പറഞ്ഞു, എന്റെ പാദസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെന്റേത് തന്നെയാണ്. അങ്ങനെ ആ പാദസരം അവൻ അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വില കൂടിയ സാധനം ഞാൻ നിനക്ക് തിരിച്ചു തന്നില്ലേ, അതുകൊണ്ട് നിന്റെ വക എനിക്ക് അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ചായ മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എന്നാൽ ഈ പാദസരം മോൻ തന്നെ വെച്ചോ, അത് വെറും 150 രൂപയുടെ തിരൂർ പൊന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ടു പോകുവാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മനസ്സിൽ തോന്നി, എന്തായാലും ഗോൾഡാണെന്ന് വിചാരിച്ച് എനിക്ക് തന്നതല്ലേ, അതുകൊണ്ട് അവൻക്കൊരു ചായ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി അവന് വിളിച്ചു പറഞ്ഞു, എന്നാൽ ഒരു ചായ കുടിക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ കയറി. രണ്ടുപേരും ഓരോ ചായ ഓർഡർ ചെയ്തു. അപ്പോൾ അവൻ അവളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. എനിക്ക് 2 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അവനോട് ചോദിച്ചു, നീ എന്താ ഭക്ഷണം കഴിക്കാതെ നടക്കുകയാണോ? അത് കേട്ടപ്പോൾ നമ്മുടെ ശ്യാം സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. എന്നിട്ട് ശ്യാമിനോട് പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം കഴിച്ചോ, എന്റെ കയ്യിൽ കാശുണ്ട്. അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന നോക്കിയ ഫോൺ റിംഗ് ചെയ്തു. അപ്പോൾ മറുതലയ്ക്കിൽ ഒരു യുവതിയുടെ ശബ്ദം, ഹലോ, നിങ്ങൾ ശ്യാമാണോ? നിങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ശ്യാം പറഞ്ഞു, അതെ, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ കണ്ണൂർ മേലെ ചൊവ്വയിലാണുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ പേഴ്സ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അവൻ വേഗം ഭക്ഷണം കഴിച്ചു. അവൻക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത ആ സഹോദരിയോട് പറഞ്ഞു, നീയൊന്ന് എന്റെ കൂടെ വരുമോ? എനിക്ക് അവർ പറഞ്ഞ സ്ഥലം അറിയില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി നഷ്ടപ്പെട്ട പേഴ്സ് മേടിക്കാം. അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മേലച്ചൊവ്വയിലോട്ട് ബസ് കയറി. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചു പോകണേ.